ഹലോ ഗൈസ്, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി പ്രൊമോ ആയിരുന്നു കേട്ടോ കൂട്ടുകാരൻ. നമ്മുടെ അശ്വിൻ കുളിക്കാൻ കയറുമ്പോൾ കറക്റ്റ് ആയിട്ട് സോപ്പൊക്കെ തേച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് വെള്ളം തീർന്നു പോകുന്നുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കേട്ടോ. അങ്ങനെ സോപ്പിൽ കുളിച്ച് നിൽക്കുക നമ്മുടെ അശ്വിൻ. അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ടാപ്പിൽ വെള്ളം വരുന്നില്ല, എന്നാ പുറത്ത് പോയി ആ ചാമ്പു പൈപ്പിന്റെ അങ്ങോട്ട് പോയി കഴുകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനെ കൂട്ടി നമ്മുടെ ശ്രുതി പുറത്തേക്ക് നമ്മുടെ ചാമ്പു പൈപ്പിന്റെ അങ്ങോട്ട് പോയി വെള്ളം ഇങ്ങനെ പൈപ്പിൽ ഇങ്ങനെ എടുത്തെടുത്ത് ബക്കറ്റിൽ എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിൽ നിന്ന് കോരി നമ്മുടെ ഈ അശ്വിൻ ആ ഒരു നട റോട്ടിലെത്തി കുളിപ്പിക്കുന്ന ഒരു രംഗം കേട്ടോ കാണുവാൻ സാധിക്കുന്നത്. അശ്വിന്റെ ഒക്കെ ഒരു അവസ്ഥ എങ്ങനെ ജീവിച്ചേച്ച ആളാ അല്ലെ. അപ്പുറത്താണെങ്കിലും നമ്മുടെ അമ്മായിയുടെ അടുത്തും ഒരു കുന്ന് സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ അശ്വിൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇങ്ങനെ വന്നിരിക്കുക. അപ്പൊ അയാൾ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ബില്ലെന്നും പറഞ്ഞ് 3000 ചില്ലാൻ രൂപയും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അമ്മായി 3000 ചില്ലാൻ രൂപയോ, എന്റെ ഈശ്വര ഞാനത് എങ്ങനെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നൊരു രംഗം കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിന് പിന്നാലെ ഉണ്ടല്ലോ നമ്മുടെ മനോരമയുടെ ഭർത്താവ് ഉണ്ടല്ലോ, മനോരമയുടെ ഭർത്താവ് നമ്മുടെ ശ്യാമിനെ ഒരു കള്ളത്താക്കോൽ ഉണ്ടാക്കുന്ന ഒരു കടയിൽ വെച്ച് കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ ശ്യാമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്യാം എന്താ ഈ കള്ളച്ചാവി ഉണ്ടാക്കുന്ന കടയിൽ ഇവിടെ എന്തെങ്കിലും ശ്യാമിന് കള്ളച്ചാവി ഉണ്ടാക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ഇല്ല ഞാനൊരു ക്ലയന്റിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അദ്ദേഹം ഇങ്ങനെ പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ, അദ്ദേഹത്തിന് ഈ കള്ളച്ചാവി ഉണ്ടാക്കലാണോ പണി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ ആ കടക്കാരൻ ശ്യാം സാർ പറഞ്ഞ ആ ഒരു ചാവി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ, ശ്യാമിന്റെ കള്ളത്തരങ്ങാൻ അദ്ദേഹത്തിന് പിടികിട്ടിയിട്ടുണ്ടാവോ ആവോ അല്ലെ പ്രേക്ഷകരെ. എന്തായാലും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ആ ഒരു കോമഡി രംഗങ്ങൾ കാണാനായിരിക്കും നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.